കോക്ടെയിൽ 2 എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്ക് രണ്ട് തരത്തിലുള്ള ഫീലിങ്സ് ആണ് തോന്നിയത്. ഒന്ന്, ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം എനിക്ക് ആ റൈറ്ററിനെ പോയി കെട്ടിപ്പിടിക്കണം എന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് കണ്ടതിന് ശേഷം എനിക്ക് റൈറ്ററിനോട് എന്തിനാണ് എന്നോട് ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്തതെന്ന് ചോദിക്കാൻ തോന്നി. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നൊരു പടമായിരുന്നു. ഒരു സിമ്പിൾ, ഫൺ, ബ്രീസി, ഒരു ഫീൽ ഗുഡ് റോം കോം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് പ്രതീക്ഷിച്ചത്. ഈ സിനിമയുടെ കഥ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദിയ ആൻഡ് കുനാൽ അവർ കുറേ വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. പക്ഷെ കുനാൽ ഇസ് വെരി കൺഫ്യൂസ്ഡ് ഇൻ ഗെറ്റിംഗ് മാരീഡ്. ആ ഒരു കാര്യത്തിൽ മാത്രം ക്ലാരിറ്റി ഇല്ല. ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അത് ദിയയുടെ അകത്തൊരു ഡൗട്ട് വരുത്തും. ആ ഒരു ഡൗട്ട് അത് വളരും. പക്ഷെ എന്നാൽ പോലും അവരൊരു ട്രിപ്പിന് പോവുകയാണ് സിസിലി എന്നൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്തോട്ട്. അവിടെ എത്തിയതിനു ശേഷം അലി ഇവരുടെ ജീവിതത്തിലൂടെ കയറി വരികയാണ്. ദിയയുടെ ഒരു പഴയ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെ നമ്മുടെ ദിയയ്ക്ക് ഒരു ഭയങ്കര ഒരു വണ്ടർഫുൾ ഐഡിയ കിട്ടുകയാണ്. അലീനെ കൊണ്ട് കുനാലിനെ സെഡ്യൂസ് ചെയ്യിക്കുക. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഫ്രഷ് ലവ് ട്രയാങ്കിൾ ആണ് ഈ സിനിമയുടെ ഒരു കഥ. ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ പോകാൻ തോന്നുന്നുണ്ട്, അവർ പോയി കാണുക. ചിലപ്പോൾ അവർക്കൊരു ഡീസൻറ്റ് വാച്ചിങ്ങിലും കിട്ടുമായിരിക്കും. അല്ലാത്തവർ ഈ പടത്തിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് റിയലി വർക്ക്ഡ് ഔട്ട് വെൽ. ഫൺ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, ഈസി ഗോയിങ് ആയിരുന്നു. ഒരു ട്രിപ്പ് പോയ ഒരു ഫീലാണ് കിട്ടിയത്. അതേപോലെ തന്നെ കോമഡി വർക്ക് ആവുന്നുണ്ട്, കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട്, പാട്ടുകൾ, ബ്യൂട്ടിഫുൾ പാട്ടുകൾ, നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് എല്ലാം ഉണ്ട്. ആൻഡ് അതേപോലെ എടുത്തു പറയുന്നതിൻ്റെ അബ്സല്യൂട്ട്ലി ഗോർജിയസ് സിനിമാറ്റോഗ്രഫിയാണ്. റിഫ്രഷിങ്, വൈബ്രന്റ്, അതേപോലെ സ്റ്റൈലിഷ് സിനിമാറ്റോഗ്രഫിയാണ്. ഇതിൽ എസ്പെഷ്യലി ഇതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത രീതി കിടിലം തന്നെയാണ്. നമുക്ക് തന്നെ സിസിലി എന്ന സ്ഥലത്തോട്ട് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം വരും. അങ്ങനെ ഒരു സ്മൂത്ത് ആയ ഫസ്റ്റ് ഹാഫാണ് സിനിമയുടെ. അങ്ങനെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലൂടെ കിടക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പേടി വന്നു തുടങ്ങി. ഇവർ സെക്കൻഡ് ഹാഫ് കൊണ്ട് കൊളവാക്കല്ലേ. ഞാൻ മനസ്സിലൊരു സംഭവം പ്രതീക്ഷിച്ചായിരുന്നു, ഈ പടത്തിന് പിന്നീട് ഇങ്ങനെ ആവല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പേടി സ്വപ്നം അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നു ചേർന്നപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ നന്നായിട്ട് തന്നെ പോയി. പക്ഷെ അതിനുശേഷം ഈ പടത്തിന്റെ ലാസ്റ്റ് ആക്ട് എന്താ കാണിച്ചു വെച്ച് ഞാൻ ആലോചിച്ചു പോയി. അത്രയും ഒരു അവസ്ഥയായിരുന്നു സിനിമയുടെ സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് ആക്ട്. ഫോഴ്സ്ഡ് ഡ്രാമ, കൺഫ്യൂസ്ഡ് റൈറ്റിംഗ്, കംപ്ലീറ്റ് മെസ്സായി അവർ ക്രിയേറ്റ് വെച്ചത്. അതേപോലെ ക്യാരക്ടേഴ്സിന്റെ മോട്ടിവേഷൻ ഒന്നും കണക്റ്റ് ആവണില്ല. എസ്പെഷ്യലി ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ എഴുതി ഒട്ടും ശരിയായില്ല. അതുവരെ എന്ത് നന്നായിട്ട് അവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ അവസാനം എന്ത് ഒരു കോമാളികളാക്കി കളഞ്ഞതില്ല ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ട്. ആൻഡ് ഇതിന്റെ പെർഫോമൻസസ്, കൃതി സൺ വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ ഫിലിം. കീട്ടിലം സ്ക്രീൻ പ്രസൻസ്, കീട്ടിലം പെർഫോമൻസസ്, അടിപൊളി മാസിവ് എൻട്രിയും. അതേപോലെ ഷാഹിദ് നന്നായിരുന്നു, രശ്മിക വലിയ കുഴപ്പമുണ്ടായില്ല. പെർഫോമൻസസ് ഒക്കെ നന്നായിരുന്നു. ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ ലീഡ് കാസ്റ്റിന്റെ കെമിസ്ട്രി ഒക്കെ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റിംഗിൽ ഇത്ര ഒരു പോരായ്മ വന്നുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്തത്. ഓവറോൾ ഗുഡ് കാസ്റ്റ്, ബ്യൂട്ടിഫുൾ മ്യൂസിക്, അടിപൊളി ലൊക്കേഷൻസ്, ഗ്രേറ്റ് വിഷ്വൽസ്, ഫൺ ഫസ്റ്റ് ഹാഫ്, വീക്ക് സെക്കൻഡ് ഹാഫ്, ഡിസാസ്റ്റർസ് ക്ലൈമാക്സ്. എനിക്ക് ഇങ്ങനെയാണ് സിനിമ വിലയിരുത്താൻ പറ്റുന്നത്. കോക്ടെയിൽ 2 ഒരു നല്ലൊരു റോംകോം ആവാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവസാനത്തെ ആക്ടില് അതൊട്ടും അങ്ങോട്ട് വർക്കായില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സിലെ ആക്ട് എന്ത് തോന്നിയെന്ന് നിങ്ങൾ കമന്റ്സിൽ ആഡ് ചെയ്യുക. എനിക്ക് ഏതായാലും ഒരു ഫ്രസ്ട്രേറ്റിംഗ് ക്ലൈമാക്സ് ഒരു അനുഭവമാണ് കിട്ടിയത്.